സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോഴി എന്ന് വെച്ചാൽ കോഴി എന്ന വാക്കിന് നിഘണ്ടുവിൽ തന്നെ കിട്ടുന്ന ചില നിഘണ്ടുവിൽ, എല്ലാ നിഘണ്ടുവിലും ഇല്ല, ചില നിഘണ്ടുവിൽ കിട്ടുന്ന ഒരർത്ഥം കോഴി എന്ന് വെച്ചാൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലം. കടലിലെ ഉള്ളിലോട്ട് കടൽ ചിലടത്ത് ഉള്ളിലോട്ട് വന്ന് ഭൂപ്രദേശം കടലിലേക്ക് തള്ളി നിൽക്കും. ആ സ്ഥലത്താണ് അതാണ് കോഴി. കോഴിക്കര എന്ന് ചില സ്ഥലത്തുണ്ട്. കോഴിക്കര എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലം, ഉള്ളിലേക്ക് വെള്ളം കയറി വന്ന് പുറമേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലമാണ് കോഴിക്കോട്. ബേപ്പൂർ പ്രദേശത്ത് പോയി നോക്കിയാൽ അറിയാം. കോഴിക്കോട് വെള്ളം താഴെ പിന്നെ കിഴക്കോട്ട് വന്ന് കര ബേപ്പൂരിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് പടിഞ്ഞാറോട്ട് എത്തുന്നു. അതാണ് കോഴിക്കര. കോഴിക്കോട് എന്നതിന് കടലിലേക്ക് ഒരുപാട് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നു എന്നൊന്നും അർത്ഥമില്ല. ലേശം തള്ളി നിന്നാൽ, ഒരു 10 അടി അങ്ങോട്ട് കയറി നിന്നാൽ അത് കടലിൻ്റെ സാമീപ്യം സൂചിപ്പിക്കാനും അതിൻ്റെ സാധ്യതകൾ സൂചിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇതാ ഒരു സ്ഥലം കോഴിക്കോടാണ്. ഇത് കോഴി പറമ്പ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ്. കോഴിപ്പറമ്പുണ്ട്, കോഴിക്കരയുണ്ട്, കോഴിക്കോടുണ്ട്. ഇതെല്ലാം ഈ കോഴി എന്ന ഭൂപ്രകൃതിയെ സൂചിപ്പിക്കാനുള്ളതാണ്. കടലിലേക്ക് അല്പം തള്ളി നിൽക്കുന്ന സ്ഥലം എന്ന സ്ഥലം. സംഘകാലത്തോളം പഴക്കമുള്ള ഒരു പുരാവസ്തു ലക്ഷ്യമായിട്ട് നമുക്ക് കോഴിക്കോടിന്റെ ചരിത്ര രചനയിൽ നമ്മെ സഹായിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇതേപോലെ ഇത് ഒരു മുനിയാണ്. ഇതിനുപോലെ കൊടക്കല് ധാരാളമായിട്ട് നിരന്നു നിൽക്കുന്ന ചില സ്ഥലങ്ങൾ പന്തീരാങ്കാവിലേക്ക് പോകുന്ന വഴിക്ക്, കോഴിക്കോടിന്റെ വടക്കേ കിഴക്കേ അതിർത്തി പന്തീരാങ്കാവിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒക്കെ നിരന്നു നിൽക്കുന്ന ചില കൊടക്കല്ലുകൾ. ആ കല്ലുകൾ വേറെ ആ കാലത്തെ വേറെ ഒരു ലക്ഷ്യം. എവിടെയൊക്കെയാണ് ആളുകൾ താമസിച്ചിരുന്നത്, എവിടെയൊക്കെയാണ് അന്നത്തെ ജനസംഖ്യത്തിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നത് എന്നുള്ളത്. പറമ്പിന്റെ പേരുകൾ, സ്ഥലപ്പേരുകൾ എന്നതിൽ നമുക്ക് കോഴിക്കോട്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ കിട്ടാൻ. പറമ്പ് പേരുകൾക്ക് ഒരു അവസാനമില്ലല്ലോ, എല്ലാ പറമ്പിലും അവർക്ക് പേരുണ്ടല്ലോ. അപ്പോ പടിഞ്ഞാറേ നടക്കാവുന്ന നേരെ വടക്കോട്ട് നടന്ന് പോളിടെക്നിക്കിലേക്ക് എത്താനാവുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ ഒരു പറമ്പിന്റെ പേര് വിക്രസൻകണ്ടി. വിക്രസൻകണ്ടി ഇപ്പൊ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അത് ആ വിക്രസൻകണ്ടി എന്നത് ഒരു അങ്ങാടി സ്ഥലം. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് അത്ര വലിയ അങ്ങാടി നല്ല പീടികകളൊക്കെ ഇല്ല. ഇപ്പോഴൊന്നും വലിയ അങ്ങാടിയാണ്. ആ അങ്ങാടിയിലുള്ള ആളുകൾ അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരോ വിക്രസ് കാണിച്ച് ഒരു വിക്രസ് കാണിച്ചു. വിക്രസ് എന്ന് പറഞ്ഞാൽ വികൃതി കാണിക്കുന്ന ഏതോ ആളുടെ പേരിട്ടുള്ളതാണ് നമുക്ക് അറിയുന്നതാണ്. വിക്കരസൻ വിക്കരസൻ എന്ന് പറഞ്ഞാൽ വിക്രമരാജാവാണ്. ഒരു സാമൂഹിക മാലിന്യനും വിക്രമനും എന്ന രണ്ട് നാട്ടുപ്രമാണിമാർക്കാണ് പെരുമാൾ ഒരു ഗുഹ, ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ അതൊരു ആരാധനാ ക്ഷേത്രമായിട്ട് ആളുകൾ മാറ്റിയിരിക്കുന്നില്ല. ഞാൻ സാമൂതിരി കോളേജിൽ 4th പഠിക്കുന്ന സമയത്ത് 952 ആണ് ആ ഗുഹ കണ്ടെത്തുന്നത്. ഒല്ലൂരമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലെ വീട്ടിലാണ് ഞാൻ താമസം. അതുകൊണ്ട് എൻ്റെ തൊട്ട അയൽവക്കത്താണ് ഈ ഗുഹ.
ആ ഗുഹ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും പഴയ പുരാവസ്തു ലക്ഷ്യങ്ങളിൽ സെറ്റിൽമെന്റ് രജിസ്റ്റർ പോലെയുള്ള കോഴിക്കോട്ടെ ഓരോ അംശത്തിനും സെറ്റിൽമെന്റ് രജിസ്റ്ററുകൾ. ആ രജിസ്റ്ററുകൾ നോക്കിയാൽ, ആ പേരുകൾ നോക്കിയാൽ നമുക്കിതിൻ്റെ പല പല കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണവ. എൻ്റെ കയ്യിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. കോഴിക്കോട് കുന്നലക്കൂനുടെ പിടനഗരി എന്ന ഒരു ലേഖനം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വായിച്ച് സമയം കളയണ്ട എന്ന് വിചാരിച്ച് പറയാം. ഞാനീ പറഞ്ഞ 2-3 തെളിവുകൾ, സ്ഥലനാമങ്ങൾ, പറമ്പിൻ്റെ പേരുകൾ, വസ്തുക്കൾ, പുരാവസ്തുക്കൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അത് വേണ്ടത്ര തിരഞ്ഞെടുത്ത് അടുക്കി വിശദീകരിച്ച് ചരിത്രം എഴുതാനുള്ള ഒരു പ്രയത്നം ഇതുവരെ ആരും എടുത്തു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ഒന്നാന്തരം വിഷയമാണ് ഇതുവരെ ആരും പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയം. ആ നിലയ്ക്ക് ഇതിന് ഈ കോഴിക്കോടിൻ്റെ പ്രാദേശിക ചരിത്രം എന്നതിന് വളരെ വളരെ പ്രാധാന്യം. ഇവിടെ നമുക്ക് കോഴിക്കോടിൻ്റെ ചരിത്രം പറയാൻ തുടങ്ങിയ സാമൂരിൻ്റെ ചരിത്രം, വാസ്കോഡി ഗാമയുടെ ചരിത്രം ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുള്ളൂ. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു കാര്യം സെൻസസിനെ കുറിച്ച് പറഞ്ഞ 2-3 കാര്യങ്ങൾ. കാരണം ഞാൻ വിദേശത്തിൽ ചെയ്യുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തതായിട്ടുണ്ട്. ഈ കോഴിക്കോട് ആർക്കൈവ്സിലൂടെ MCCയുടെ ആർക്കൈവ്സിലോ മാത്രം ലഭ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി ചോദിക്കണം, അറിയുന്ന വാമൊഴിയായിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചത് വളരെ മികച്ചൊരു അറിവായിരുന്നു. പിന്നെ രണ്ടാമത് സെൽവരാജ് സർ പറഞ്ഞ കാര്യങ്ങൾ, ക്യാൻറ്റീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സജീവൻ സർ പറഞ്ഞ കാര്യം, ഞാൻ വളരെ കാര്യം ഡോക്ടർക്കാവിന് തൊട്ടടുത്താണ് വീട്. അപ്പോൾ ടച്ചോട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കടത്തനാടിൻ്റെ ഒരു ചരിത്രത്തിൽ ബുദ്ധൻ്റെ ഇൻഫ്ലുവൻസ് എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് അറിയാറ്. അങ്ങനെ ചില വാക്കുകളൊക്കെ സാറുണ്ട്, കപിലവസ്തു, വാസ്തു, ഇതൊക്കെ ഒരു ചരിത്രം അപ്രത്യക്ഷമാകുന്നതിൽ നമുക്ക് കുറച്ച് ആശങ്കക്കുറവുണ്ടെന്ന് എപ്പോഴും തോന്നാം. ഇത്തരത്തിൽ കാര്യങ്ങളിലേക്കുള്ള ഒരു അന്വേഷണമാകട്ടെ ഈ ശില്പശാല എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ശില്പശാലയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പഠിത്തന്മാരെയും ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഒരു ആസ്ഥാന മന്ദിരം ഇപ്പം അത് 2 കഷ്ണമാണ്. ഒരു കഷ്ണത്തിൽ പഴശ്ശിരാജ മ്യൂസിയം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു പോർഷൻ, ആ പോർഷൻ അതിൻ്റെ പറമ്പും കൂടെ മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കലക്ടർമാർക്ക് 2 ബംഗ്ലാവുകളുള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഈസ്റ്റിൽ, ഒന്ന് വെസ്റ്റിൽ. വെസ്റ്റിൽ വെച്ചാണ് കനോലി സാഹിബ് കൊല്ലപ്പെടുന്നത്. സെൽവരാജിൻ്റെ പുസ്തകങ്ങളിൽ മലബാർ മാനുവലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവിടെ വേറൊരു പ്രശ്നം, നമ്മുടെ ലോകപ്രശസ്തമായിട്ട് തന്നെയുള്ള മലബാർ മാനുവൽ എഴുതിയത് ഈ കെട്ടിടത്തിൽ വെച്ചാണ്. അതിന് യാതൊരു സംശയമില്ല. ഇഷ്ടംപോലെ തെളിവുകൾ കിട്ടി. പക്ഷേ ലോകൻ മലബാർ മാനുവലിൻ്റെ എഴുതിയ ഒരു ചായ്പ് ഇന്നവിടെയില്ല. ആ പ്രദേശത്താണ് ഇന്ന് ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിൽക്കുന്നത്. അത് പൊളിച്ചു കളഞ്ഞാണ്. എനിക്കതിൻ്റെ ചിത്രം പിന്നീട് കിട്ടേണ്ടായി. നമ്മളെപ്പോഴും ആശങ്കപ്പെടുന്നത്, നമ്മൾ ഓരോ ചരിത്രത്തെക്കുറിച്ചും ചരിത്ര വസ്തുതകളെ കുറിച്ച് പറയും. താഴെ മണ്ണിലിട്ട് വരയ്ക്കാൻ നോക്കും. ഒരു സൈഡിലേക്ക് മാറിയെന്ന് മാത്രമല്ല, ഈ വെളുത്ത തോർത്ത് മണ്ണിലിട്ട് വരയ്ക്കുകയും അതിനെ മണ്ണിന്റെ കളറാക്കി മാറ്റിയിരിക്കും. എന്നിട്ട് ഇത് മാറി നിന്ന് ആ
അച്ഛൻ ഒരു ശിരസ് വിരിച്ചു നിന്നു. അയാൾ അതുകൂടെ അങ്ങ് പോവുകയും ചെയ്തു. കുറച്ചാൽ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ചോദിച്ചു, അച്ഛൻ എന്ത് കാണിച്ചത്? ഒരു നല്ല തോട്ടം മുണ്ടിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനൊന്നും നമുക്ക് അവകാശമില്ല, അതുകൊണ്ട് മണ്ണുള്ളതേ പാടുള്ളൂ, തങ്ങളാണ് ഇവിടുത്തെ തമ്പുരാൻ, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊരു അനുഭവമാണ്, മനസ്സിലായി. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ നാട്ടുപുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മാറ്റങ്ങളിലൂടെയാണ്, എത്ര വലിയ മുന്നേറ്റങ്ങളിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ രീതിയിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടും ഒരു വിഷയങ്ങളുടെ ഒന്നും പരിധിയില്ലാതെ, വിലക്കുകളില്ലാതെ സമഗ്രമായ സങ്കീർണമായ നമ്മുടെ ജീവിതത്തെ നോർത്ത് ഇന്ത്യയിലെ ഹൈന്ദവ രാജാക്കന്മാരായാലും അടുത്ത തലമുറ ചെറുപ്പക്കാരായാലും വളരെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ട്, എന്നെ പറഞ്ഞ പ്രായത്തിനേക്കാൾ കൂടുതൽ നിങ്ങളെ ചെറിയ കുട്ടികളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറെ കൂടെ വിഷനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷനുള്ള അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഒരു കാലത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദോഷവശം എന്തായെന്ന് വെച്ചാൽ സാമൂഹികം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരാൾക്ക് രാജാവാക്കാൻ പറ്റുള്ളൂ. അയാൾ 110 വയസ്സ് വരെ ജീവിക്കണം. ഒരു സാമൂഹികം 110 വയസ്സ് വരെ ജീവിച്ചു. ആ 110 വയസ്സിനുള്ളിൽ മകനാകുന്ന സിസ്റ്ററുടെ പെരുമാറ്റത്തായിട്ടാണ് രാജാവാകുന്നത്. ഇയാൾ എന്നും മരിക്കുന്നു, അപ്പോഴേ മറ്റുള്ളവർക്ക് രാജാക്കന്മാർ. അതുകൊണ്ട് കോഴിക്കോടിന് പറ്റി ഏറ്റവും വലിയ ക്ഷീണം എന്താന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൊരിക്കലും രാജാക്കന്മാരായിട്ടുണ്ട്. ഇയാൾ 90 വയസ്സിലാണെങ്കിൽ 4 പേരെ ആദ്യമായി കണ്ടു, സിസ്റ്റേഴ്സിന്റെ മക്കളെ. അടുത്ത ആൾക്കാർക്ക് 70 വയസ്സായി. ഇയാൾ ഈ 90 വയസ്സുകാരൻ സാമൂഹ്യം ഭരിക്കുമ്പോൾ അടുത്ത രാജാവാകങ്ങൾക്ക് 70-80 വയസ്സായി. അപ്പൊ എപ്പോഴും നമ്മുടെ വാർദ്ധക്യത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ രാജാക്കന്മാരെ സ്വീകരിച്ച രാജ്യമാണ് നമ്മൾ. ഏറെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചരിത്ര ബോധവൽക്കരണ പ്രവർത്തനം കൂടിയാണ്. ഓരോ കുടിലുകളിലേക്കും നാം എങ്ങനെയാണ് ഇങ്ങനെ എത്തിച്ചേർന്നത് എന്ന് അവരെ സത്യസന്ധമായി നമുക്ക് പഠിപ്പിക്കാൻ പറ്റി നമ്മുടെ മനസ്സിലുള്ള ജാതി മത ചിന്തകളും വർഗചിന്തകളും ഒക്കെ ഇല്ലാതാവാനും നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് ഈ ലോകം ഉണ്ടായത് എന്ന് പറയുന്ന അതിവിശാലമായ ഒരു സങ്കല്പത്തിലേക്ക് മനുഷ്യരെത്തിക്കാൻ. അതുകൊണ്ട് എവരിഡേ ലൈഫ് എന്ന് പറയുന്ന നിത്യജീവിതം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലൂടെ വേണം നമ്മൾ ചരിത്രത്തെ പഠിക്കാൻ. അവിടെ രാജാക്കന്മാർ മാത്രമല്ല, സാധാരണ മനുഷ്യരും കൂലിവേല ചെയ്യുന്നവരും നമ്മുടെ ഭൗതികമായിട്ട് പൂർണ്ണമായ പ്രാപ്തിയില്ലാത്ത ആൾക്കാരും തടവുകാരും അതേപോലെ തന്നെ സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം അതിലെ പ്രധാനപ്പെട്ട പങ്കാളികളാണ്. അവർക്ക് എല്ലാവർക്കും തുല്യമായ സ്ഥാനം കിട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ ചരിത്രം സമ്പൂർണ്ണമായി മാറുന്നത്. നിത്യമായി നാം കാണുന്ന മനുഷ്യരൊക്കെ എന്തേ പുസ്തകത്തിൽ ഇല്ലാതായി പോയത്, എന്താണ് അവർക്ക് ചരിത്രഗ്രന്ഥങ്ങളിൽ പെടാതെ പോയത് എന്ന് പറയുന്ന ചിന്ത നമ്മൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. അവരെയൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമാക്കാൻ പറ്റണം. അപ്പൊ അത്തരത്തിൽ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് നിത്യജീവിതം അല്ലെങ്കിൽ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു സങ്കല്പം. നമ്മുടെ ഈ എവരിഡേ ലൈഫിൽ നമ്മൾ ഈ എഴുതപ്പെട്ട തെളിവുകൾ ഉള്ളത് മാത്രമല്ല കാണുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഭയം എന്ന് പറയുന്നത് ഒരു മനോവികാരമാണ്. ഈ ഭയം നമുക്ക് ചരിത്രത്തിൽ ഒരു സ്വാധീന ശക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവില്ലാത്ത ഒന്നാണ്. അത് സ്വാധീന ശക്തിയാവുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും. എന്നാൽ ഭയം നമ്മളെ പലപ്പോഴും പിൻവാങ്ങുന്നതിനും കീഴടങ്ങുന്നതിനും ഒറ്റുപോകുന്നതിനും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നതാണ്. എന്താണ് സിനോഷമൊക്കെയാവുന്നത്? അതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ സംസാരിച്ചത് ഞാൻ അധികം വിസരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പല ആളുകളുടെയും ആത്മകഥകളിൽ, സ്മരണകളിൽ, ചില ജീവചരിത്രങ്ങളിൽ ഒക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. ഡോക്ടർ MGS സമീപകാലത്താണ് മരിച്ചത്. അദ്ദേഹത്തെ ഒരു ബീഹാറിൽ നിന്നുള്ളൊരു പ്രൊഫസർ, ചരിത്ര പ്രൊഫസർ, കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ 2018 വന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു MGSനോട്, ബീഹാറിൽ നിന്നുള്ള പ്രൊഫസർ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് അറിയാനുള്ള എന്താണ് വകുപ്പുള്ളത്? ഉത്തരേന്ത്യക്കാരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും അധികവും എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും ഈ ദക്ഷിണേന്ത്യ, കേരളം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 7 അയൽവക്കത്തുകൂടെ പോയതിൻ്റെ യാതൊരു പരാമർശവും അതിലില്ല. അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്?
ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി ആകെ അറിയാവുന്നത് VK കൃഷ്ണമേനോന് അവർക്ക് അറിയാം. അതിനു മുമ്പ് ദക്ഷിണേന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ആകെ അറിയുന്നത് C രാജഗോപാലാചാര്യാണ്. ബാക്കി ബിഗ് സീറോ. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് MGS എന്താ ഉത്തരം പറയാന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നോർത്ത് ഇന്ത്യക്കാരാണ് ഹിസ്റ്ററി എഴുതിയത്, അവരുടേതിൽ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യ. പിന്നെ ദക്ഷിണേന്ത്യയിൽ നിന്ന് വേണ്ടത്ര സമഗ്രമായി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഇത്തരത്തിലുള്ള പഠനങ്ങൾ വരാത്തതിൻ്റെ ഒരു അഭാവമാണ്. കേളപ്പനെ പറ്റി കേട്ടിട്ടില്ല, കുട്ടിമാടവനെ പറ്റി കേട്ടിട്ടില്ല, KP കേശവമേനോനെ പറ്റി കേട്ടിട്ടില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് രജത ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് അറിയാം, റഷ്യൻ റവല്യൂഷനെ കുറിച്ച് അറിയാം, പിന്നെ ചൈനീസ് റവല്യൂഷനെ കുറിച്ച് അറിയാം, ഇങ്ങനെ പല റഷ്യൻ റവല്യൂഷൻ അങ്ങനെ പലതിനെ കുറിച്ച് അറിയാമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ വളരെ വളരെ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറെ കുറിച്ചൊക്കെ പല കാര്യങ്ങളൊക്കെ അത് ഞാനിവിടെ പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു രജിസ്ട്രാർ അവിടെ ഉണ്ടായിരുന്നു. ആ രജിസ്ട്രാറുടെ പേര് പ്രൊഫസർ A. ശ്രീധരൻ. കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറിൻ്റെ ഇതിനെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ അങ്ങനത്തെ ഒരു രജിസ്ട്രാറിൽ നിന്നാണ് നമുക്ക് കുറച്ചെങ്കിലും കേരളത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചില പഠനങ്ങളൊക്കെ ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് അത് നിർത്തുന്നു. ഗാന്ധിജിയെക്കുറിച്ച്, ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ഒരു പഠനം തയ്യാറാക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗാന്ധിജി അവിടെ നമുക്ക് ഒത്തുചേരാം. കിട്ടിയ വിഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് അതിന് ഒരു സ്ഥായിയായ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുവാൻ സാധിക്കും. ഈ ഇവിടെ വന്ന് പ്രത്യേകിച്ച് യുവതലമുറയുടെ പ്രതിനിധികളായിട്ട് അവർക്ക് ജിജ്ഞാസയുടെ തരത്തിൽ വന്നവരായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. അവർക്ക് എൻ്റെ ഭാവുകങ്ങൾ നിങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്. നമസ്കാരം.